ഗുഡ് മോർണിംഗ്, മൈ ഹാപ്പിനെസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സൺഡേ ആയിട്ട് രാവിലെ പള്ളിയിൽ പോവാണ്. എല്ലാ സൺഡേയും നമ്മൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകാറില്ല, എങ്കിലും ഒരു വിധമൊക്കെ പോകട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നന്നാവണതിൻ്റെ ഭാഗമായിട്ട് ചില ദിവസം ഉറക്കം മതിയാവേണ്ടായി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സ്കൂൾ തുറന്നുകൊണ്ട് കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങൂല്ലേ വാവേ. അപ്പോൾ നമ്മൾ അത്ര വൈകാറില്ല. അപ്പോൾ നമ്മൾ പിന്നെ അപ്പയില്ലെങ്കിലും ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പിടിക്കും. ബാക്കി എല്ലായിടത്തേക്കും പള്ളിയിൽ പോവില്ല. അങ്ങനത്തെ ചില കള്ളസൂത്രങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് ഞങ്ങളിപ്പോൾ പള്ളിയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ വാവ വീട്ടിലേക്ക് വരും അല്ലേ. വാവയ്ക്ക് ഇന്ന് പള്ളി വരാൻ ഭയങ്കര മടിയാണ്. ഇതെന്ത് പാൽക്കുപ്പിയോ? ഷോ, ഈ കുട്ടി ഇത്ര വലുതായിട്ട് പാല് വെച്ചാ വാട്ടർ ഗെയിം ആണോ? അടിപൊളിയായിട്ട്. ഇന്നലെ വാവ പോത്തീസിപ്പോ ഇപ്പൊ വാങ്ങിച്ചതാ. അതന്നെ, ഇതൊക്കെ എങ്ങനെയാ അറിയണേ. അപ്പൊ എന്തായാലും നമ്മൾ പള്ളിയിൽ എത്തിട്ടോ. നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. റോസ് മോള് നോക്കിയാൽ നല്ല സുന്ദരി കുട്ടിയാണ് അല്ലേ. ഇപ്പൊ 2 ദിവസമായിട്ട് റോസ് മോള് നല്ല സുന്ദരിയായിട്ടാണ് വരണേ. ഹലോ. അപ്പം നമ്മൾ ഉണ്ണീനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ടൗണിൽ പോയി ഒരു കുക്കർ സർവീസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. ഒന്നുമില്ല, ഗ്യാസ്കറ്റ് മാറാനും വെയിറ്റ് മാറാനും വരുന്നു. അപ്പോൾ അത് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ സ്ഥിരം കറക്കത്തിൽ പോയി ബ്രോഡ്വേയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി. നമുക്ക് എല്ലാ ആഴ്ച അവിടെ ഒന്ന് കറങ്ങി കണക്കെടുത്തില്ലേ ഞങ്ങൾക്കൊരു സുഖമില്ലാത്ത പോലെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തു കഴിഞ്ഞു. ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങിക്കാനൊന്നും കിട്ടിയില്ല. ചില സമയത്ത് നമുക്ക് നല്ല ലക്കിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടും. പിന്നെ ടോയ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇന്ന് അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ അതേ നമ്മൾ കുക്കർ വാങ്ങിക്കാനായിട്ട് തിരിച്ച് വന്ന് നിർത്തിയേക്കാം കേട്ടോ. ചേട്ടനപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടേക്ക് പോകാമെന്ന് വെച്ചിരിക്കുന്നത് എവിടെയെന്നറിയോ, പനമ്പള്ളി നഗറിനകത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അവന്യൂ സെൻറ്ററിൽ. അവന്യൂ സെൻറ്റർ ഹോട്ടലിലാണെന്ന് തോന്നുന്നു, അതോ അവന്യൂ സെൻറ്റർ മറ്റേ ഇതിലാന്ന് തോന്നുന്നുണ്ട്, ഓഡിറ്റോറിയം അതിലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാൻ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഇതൊരു പുതിയ ചാനലാണ്, കുഞ്ഞ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിന് കമൻസ് ഒക്കെ ഇടണം കേട്ടോ. ചെറിയ കുഞ്ഞു കമൻസ് ആണെങ്കിൽ നിങ്ങളുടെ കമൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നല്ല കണ്ടൻസ് നമുക്ക് കൊണ്ടുവരാനോ അതിനുവേണ്ടി എഫേർട്ട് ഇടാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം എന്തായാലും നന്നായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എക്സിബിഷൻ്റെ അവിടെ എത്തിയിട്ടോ. റോട്ടറി ക്ലബിൻ്റെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോളിൻ്റെ അടിക്ക് പോകാം. നമ്മൾ തിരിച്ചു വരുമ്പോൾ കലൂർ പള്ളിയുടെ അവിടെ ചേട്ടൻ നേർച്ചയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഉണ്ണിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ നേർന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, എക്സിബിഷനൊക്കെ പോയി ഞാൻ 2 ചെരുപ്പ് വാങ്ങിച്ചു. തിരിച്ചിപ്പോൾ വീട്ടിൽ പോവാണ് കേട്ടോ. ഇനി ഒരു 49 രൂപയുടെ ഷെയ്ക്ക് അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ നമ്മളിതേ ഷെയ്ക്ക് കഴിക്കുന്നിടത്ത് എത്തിയിട്ടോ. ഷെയ്ക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ക്യാമറയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ് വെറുതെ ചാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുടെ ഷെയ്ക്ക് എത്തും കേട്ടോ. അങ്ങനെ നമ്മളുടെ ഷെയ്ക്ക് വന്നു. ഞാൻ ചിക്കുമാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ വന്നിട്ട് ഒരു കോഫി ഹഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പിന്നെ നമ്മളൊരു ബർഗറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരുന്നു. ചേട്ടൻ്റെയും എൻ്റെയും ഒക്കെ മാറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് 2 കഴിച്ചാലും മതിയാവില്ല, അത്രയും ആക്രാന്തം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ. പക്ഷേ ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം നോക്കിയും കണ്ട് കഴിച്ചില്ല എന്ന് ചിലപ്പോൾ പണി വരുന്ന വഴി അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വെയിറ്റ് ലോസിനും ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് എൻ്റെ വെയിറ്റൊക്കെ ഇത്രയും കുറയാൻ കാരണം ഇത് ഷുഗർ കട്ട് കാരണം തന്നെയാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മധുരമുള്ളതൊന്നും കഴിയുന്നത് കഴിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇതേ 2 ദിവസമായിട്ടാണ് ഇങ്ങനത്തെ കള്ള സ്വഭാവങ്ങൾ ഞാൻ പഠിക്കുന്നത്. ഈ ഒരാഴ്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് കഴിക്കാൻ പോക്ക് ഇത്തിരി കൂടുതലാണ്. അത് ഇന്നത്തോടെ ഞാൻ ലാസ്റ്റ് നിർത്തിയിട്ടോ. ഇനി ഷെയ്ക്കും അങ്ങനത്തെ സ്വീറ്റ്സ് ഒന്നും കഴിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തി. അപ്പം നമ്മൾ ചെറുപറാന്ന് ഞാൻ 2 പേരുടെ ഷെയ്ക്കും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ നമ്മളിതേ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരമായിട്ടോ. അപ്പോൾ എക്സിബിഷന് പോയിട്ട് ഞാൻ വാങ്ങിച്ച 2 ചെരുപ്പുകൾ കാണിച്ചു തരാം. ഇത് 2 കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു 2 ചെരുപ്പുകളായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരെണ്ണം കൂടി എടുത്തു കേട്ടോ. നല്ല അടിപൊളി ചെരുപ്പ് ഇട്ടപ്പോൾ എന്ത് രസമാണെന്ന് പറയുമോ കാലിൽ. എല്ലാ ചെരുപ്പൊന്നും, ചില ചെരുപ്പുകൾ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെങ്കിലും കാലിലേക്ക് അത്ര ഇട്ട് വരുമ്പോൾ ഭംഗി തോന്നാറില്ല.
പക്ഷേ ആ ചെരുപ്പ് ഇട്ടപ്പോൾ നല്ല രസമായിരുന്നു. അത് വേറൊരാളെടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഹീൽസാണ്. ഒരു പ്രത്യേകത ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ട്രയാങ്കിൾ അല്ല, ആ ട്രയാങ്കിൾ തന്നെ കുറച്ച് പരന്നിട്ടുള്ളൊരു ട്രയാങ്കിൾ കേട്ടോ. അങ്ങനത്തെ ഷേപ്പ് ഒരു ഹീൽസായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഒരെണ്ണം തപ്പിയിട്ട് തപ്പിയിട്ട് കാണാനേ ഉണ്ടായിരുന്നില്ല. ഞാനത് തിരഞ്ഞ് 2-3 മണിക്കൂർ വേസ്റ്റ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. ബട്ട് ഞാൻ വാങ്ങിച്ച ചെരുപ്പ് കാണിച്ചില്ല. ഈ ഒരു ഹീലാണ്. ആക്ച്വലി ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഹീൽസ് യൂസ് ചെയ്യാറില്ല. എനിക്ക് ഹീൽസ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റണില്ല. നന്നായിട്ട് ബാക്ക് പെയിൻ വരും. അതേപോലെ തന്നെ മുട്ടിൻ്റെ ആ ഒരു എല്ലിനകത്ത് പോകുന്ന കുത്തി വേദനിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെരുപ്പാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ ഇത് വാങ്ങിക്കാൻ കാരണം വെച്ചാൽ ഇതിനാകെ 400 റുപ്പീസേ ഉള്ളൂ. ഇട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ വിഷ് ലിസ്റ്റിൽ കുറേ നാളുണ്ട്. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് അതൊക്കെ 1000 എബവ് റേറ്റാണ്. അപ്പോൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ വേസ്റ്റ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിക്കാതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇത്ര റേറ്റിലുള്ളൂ, പോയാലും 400 രൂപയല്ലേ പോവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ ഇട്ട് നടന്നപ്പോൾ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി. പിന്നെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ പാവോട് ഇട്ട് നോക്കുക. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനത്തെ തന്നെ വേറൊരു ചെരുപ്പ് എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് കളഞ്ഞൊരു ചെരുപ്പാണ്. എനിക്ക് ഇടമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ പോലെ അതും ഞാൻ കുറേ തിരഞ്ഞ് വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, റേറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് എന്തോ പെട്ടെന്ന് കിട്ടി. കുറേ നേരം തിരഞ്ഞ് അവർ റീഫിൽ ചെയ്ത സമയത്താണ് ഈ ഒരു ചെരുപ്പ് പുറത്തേക്ക് വന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ ബീഡ്സ് ഒക്കെ വന്നിട്ട് എംബ്രോയിഡറി ഒക്കെ ആയിട്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 2 ചെപ്പൽസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരോടെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1499 ആണ്. ഈ എന്താ പറയുക, ഈ ഒരു ചെരുപ്പിൻ്റെ റേറ്റ് കേട്ടോ. കണ്ടോ, ഞാൻ ഇട്ടേക്കുന്ന ഈ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഉണ്ടോ, നല്ല മാച്ചാണ്. അപ്പോൾ ഇതാണ് വാവയുടെ കാലിലിട്ടിട്ട് കേട്ടോ. വീഴും പിന്നെ അങ്ങനെ തീങ്ങി നിൽക്ക്. അതെ, വാവയ്ക്ക് ക്യാറ്റ് വാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതിന് പറ്റിയ ചെരുപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ട്രൈ ഓക്കെ. അപ്പോൾ ഈ ചെരുപ്പ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അല്ലാണ്ട് പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഇടാം. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം വീഴും കാല് വളയും. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു, ഇത് മഴയത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ഒരു ക്ലോത്ത് പോലെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വലിയ മഴയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ടല്ലേ. അപ്പോൾ അവന്യൂസിൻ്റെ ഹോട്ടലില്ലേ, അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഹീലിൻ്റെ സൈഡ്.